ഹലോ ഗൈസ്, നാട്ടിൽ വന്നിട്ട് ലുലുമാളി പോകാതിരിക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞിട്ട് ചേട്ടനെ പിരികേറ്റി മമ്മീനെയും ചേട്ടനെയും മാനിക്കുഞ്ഞിനെയും കുഞ്ഞുച്ചിനെയൊക്കെ പെറുക്കിക്കൂട്ടി ഞങ്ങൾ വണ്ടി നേരെ വിട്ടു എടപ്പള്ളിയിലേക്ക്. ആദ്യത്തെ സ്റ്റോപ്പ് നമ്മുടെ പുണ്യാളിൻ്റെ പള്ളിയായിരുന്നു. അവിടെ പോയി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പിന്നെ അവിടെ വെച്ച് കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ ലുലുമാളിലേക്ക് കയറാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഇറങ്ങിയത് വളരെ നേരത്തെയായിരുന്നു. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഞങ്ങൾ ലുലുമാളിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ ആലോചിക്കാലോ, നല്ല അണ്ടകടാഹം കത്തി നിൽക്കുന്ന വിശപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ നേരെ നിന്ന് വിചാരിച്ചു ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഫുഡൊക്കെ വാങ്ങിയിട്ട് ഫുഡ് കോർട്ടിൽ പോയിട്ട് തട്ടാന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വണ്ടി നേരെ വിട്ടു എവിടേക്ക്? ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക്. ഹൈപ്പർ മാർക്കറ്റിൽ അടങ്ങി ഒതുങ്ങി എനിക്കത് മുതലായതുകൊണ്ട് ആദ്യം ഇവളുടെ ഒരു ട്രോളി എടുത്തിട്ട് അവൾ അതിൽ പിടിച്ച് ആദ്യം ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ എടുത്ത് സെലക്ട് ചെയ്ത് വാങ്ങിക്കഴിഞ്ഞ് ഫുഡ് കോർട്ടിൽ പോയിട്ട് വയറ് നിറച്ച് തട്ടി. നല്ല ബോട്ടിയും ബീഫും ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല തെറ്റി പോയി ഗൈസ്, കപ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചാണ് തെണ്ടിയിൽ നടക്കുമ്പോഴാണ് കണ്ടത് എന്ത് ഫൺ ടൂറാ. അപ്പോൾ നമ്മുടെ കുഞ്ഞു വിടുമോ? അതിലാണെങ്കിൽ അര സെക്കൻഡിൽ കൂടുതൽ പോലും എന്നെ മുതലിരിക്കില്ല. അതുകൊണ്ട് എല്ലാത്തിലും കയറി ഇങ്ങോട്ടൊക്കെ തിരിച്ചു നോക്കി. ഞങ്ങൾ സീറോ ഗ്രാവിറ്റിയിലൊക്കെ കയറാൻ നോക്കി. പക്ഷേ ഭക്ഷണം കഴിച്ച് കയറാൻ വാള് വയ്ക്കുന്നു പറഞ്ഞ കാരണം ഞങ്ങൾ ആ ശ്രമം അങ്ങോട്ട് ഉപേക്ഷിച്ചു. പിന്നെ എന്തായാലും ഇതൊക്കെ കയറ്റിയതല്ലെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇന്ന് നേരെ വിട്ടു ഹാമിലീസിലേക്ക്. അവിടെ പോയപ്പോൾ ഗൈസ് ബബിൾസ് ഇതൊക്കെ എൻജോയ് ചെയ്തത് ഞാനാന്ന് മാത്രം. അവളവിടെയൊക്കെ കയറി അതൊക്കെ എടുത്ത് അവസാനം വാശിയൊക്കെ പിടിച്ച് ഒരു പെൻഗ്വിനൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഇറങ്ങും താഴെ ട്രെയിൻ കയറാണ്ട് പറ്റുമോ? ബാക്കി എല്ലാത്തിലും ഉടായ്പ കാണിച്ചില്ലേ. അങ്ങനെ അതിലും പിടിച്ച് കയറ്റി ഇരുത്തി ഞങ്ങളൊരു ട്രെയിൻ ട്രിപ്പ് അടിക്കാമെന്ന് വിചാരിച്ചു. കൂടെ മാമിയും അതായത് നമ്മുടെ ആനയും കുഞ്ഞും കൂടെ കയറിയിരുന്നു. കൂടെ കയറുന്ന എല്ലാവരും കാഴ്ചകളൊക്കെ കണ്ട് മാംഗോ ജ്യൂസൊക്കെ കുടിച്ച് ട്രെയിൻ യാത്രയും കഴിഞ്ഞ് ആശാത്തി കാവടിൻ്റെ ഉള്ളിൽ ഇപ്പം ഇറങ്ങി ഇങ്ങോട്ട് വരും. കണ്ട കാവടിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഇറങ്ങി വന്നു. ആൾ ഹാപ്പി. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു? ലുലുമാളിനോട് ടാറ്റ പറയുമെന്ന് വിചാരിച്ച് ഞങ്ങളങ്ങനെ വിട്ടു. പിന്നെ പാർക്കിംഗ് ഏരിയയിൽ വെച്ചൊരു ചെറിയൊരു ബ്രേക്ക് ഡാൻസ് ഒക്കെ ഞങ്ങളുടെ വയ്ക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോണ വഴിക്ക് മൂലൻസ് ഹൈപ്പർ മാർക്കറ്റിൽ കയറി ഒരു ചായ 2 ബജിയൊക്കെ കഴിച്ച് ഞങ്ങളുടെ ട്രിപ്പ് ഞങ്ങളങ്ങനെ അവസാനിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.